അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ആരും മുഷിപ്പ് തോന്നരുത്, മരണവാർത്തയാണ്. നമ്മൾ ഇതുപോലുള്ള വാർത്തകളാണ് ഈ ചാനലിൽ കൂടി നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാം. മരണപ്പെട്ടവരുടെ വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനുമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇന്ന് കാലത്ത് കണ്ണൂരിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ആ ഒരു വാർത്ത ഒമാനിൽ വെച്ച് സലാലയിൽ നിന്നും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു യുവതിയുടെ മരണമായിരുന്നു. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. നമ്മുടെയൊക്കെ നെഞ്ചകം തകർന്നു പോകുന്ന സംഭവമായിരുന്നു. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, മരണവേദനയും ഒരുപോലെ തന്നെയാണ്. മരണത്തിൻ്റെ കാരണങ്ങളെ നമുക്കൊക്കെ മാറുന്നുള്ളൂ. ചില മരണങ്ങൾ അങ്ങനെയാണ്. അവർ നമ്മെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും നമ്മെ വിട്ട് വിട പറഞ്ഞു പോവുക. പടച്ച റബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. മരണം വെച്ച് വിളിച്ചതുപോലെയാണ് ചില മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നാറ്. അതുപോലെയായിരുന്നു ഈ ഒരു പൊന്നുമോളുടെ മരണം. മരണപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ താഴച്ചൊവ്വ എളയാവൂർ സിബുമൻസിലിൽ മുഹമ്മദ് ഷാനിബിൻ്റെ ഭാര്യ താഴച്ചൊവ്വ തിലന്നൂർ ബർഷമാലിൽ ഫാത്തിമത്ത് ഷാനയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപകട മരണമായിരുന്നു. ഒമാനിൽ സലാലക്ക് വെച്ചുണ്ടായ ഒരു വാഹന അപകടത്തിലായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഭർത്താവ് ഷാനിദിനെയും മുഹമ്മദ് അനസിനെയും സലാലയിലെ സുൽത്താൻ കാബൂൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പടച്ച റബ്ബ് അവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബേ, ആ ആശുപത്രിയിൽ നിന്നും നീ എത്രയും പെട്ടെന്ന് അവരെ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. അപകടം സംഭവിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇവർ ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് ഞായറാഴ്ച വൈകിട്ട് ഇവർ സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് അപകടം സംഭവിക്കുന്നത്. മസ്കത്തിലെ സീബിൽ ഫാർക്കൻ ഗ്രാഫിക്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. മുഹമ്മദ് ഷാനിദും മുഹമ്മദ് അനസും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു അതിദാരുണമായ സംഭവം നടക്കുന്നത്. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. നമുക്കൊക്കെ ഏറെ വേദനയായി പോയത് ഈ മരണപ്പെട്ട ഫാത്തിമത്ത് ഷാന അവിടെ എത്തിയതാണ്. ആ മോള് മരണം വെച്ച് വിളിച്ചതുപോലെയാണ് അവിടെ എത്തിയത്. ഈ അടുത്തിടെ വിസിറ്റിംഗ് വിസയിലാണ് ആ പൊന്നുമോൾ അവിടെ എത്തുന്നത്. ഏറെ സന്തോഷത്തോടെ കുടുംബത്തോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതാ. അതൊരു അവസാന യാത്രയാകുമെന്ന് ആരെങ്കിലും കരുതിയോ? പ്രിയപ്പെട്ടവരെ, അതാണ് മരണം. നമ്മളൊക്കെ പല അഹങ്കാരങ്ങളും വെച്ച് നടക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? ഇന്ന് ആളുകൾ എങ്ങനെയൊക്കെയാണ് മരണപ്പെട്ടു പോകുന്നത്. കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും ഓടുന്ന ഓട്ടത്തിലും പാടുന്ന പാട്ടിലും ആളുകൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. അതൊന്നും ആർക്കും ചിന്തയില്ല, ചിന്തിക്കാനാണെങ്കിൽ സമയവുമില്ല. നമ്മുടെ കൂടെ എന്നുമുള്ളത് നമ്മുടെ മരണമാണ്. ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും. അതിനുവേണ്ടിയാണ് നമ്മൾ നിങ്ങളോട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാകും. പടച്ച റബ്ബ് സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തട്ടെ. അതിനു വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ അവസാനം നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അർഹമു റഹീമായ റബ്ബേ, പടച്ച റബ്ബേ, ഫാത്തിമത്ത് ഷഹാന എന്ന ഈ ഒരു പൊന്നുമോള് നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മഅഫിറത്ത് കൊടുക്കണേ റബ്ബേ. ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. ചെറിയ മോളാണ് റബ്ബേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പൊന്നുമോളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.